ഹായ് ഓൾ. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തിയ പോസ്റ്റ് ഓഫ് ക്ലർക്ക് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആയിരുന്നു. വയനാട് ഡിസ്ട്രിക്ട് വേരിയസ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കാറ്റഗറി നമ്പർ 503/2023 ആണ്. പേ ഓഫ് സ്കെയിൽ വരുന്നത് 26,500 മുതൽ 60,700 വരെയാണ്. പോസ്റ്റ് ക്ലർക്കാണ്. നമ്മുടെ വയനാട് ഡിസ്ട്രിക്റ്റിൻ്റെ ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഫസ്റ്റ് വന്നിരിക്കുന്നത് വയനാട് ഡിസ്ട്രിക്റ്റിൻ്റെ ആണ്. ദെൻ OMR എക്സാം നടത്തിയിരുന്നത് 5/10/2024 ഈ ലിസ്റ്റ് പ്രാബല്യത്തിൽ വന്നു തുടങ്ങുന്നത് 1/8/2025 ഇന്നുമാണ്. ഞാൻ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന കാൻഡിഡേറ്റ്സിൽ നിങ്ങളുടെ പേര് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ടോട്ടൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ 715 പേരാണ്. മെയിൻ ലിസ്റ്റിൽ 339 ഉദ്യോഗാർത്ഥികളും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 360 ഉദ്യോഗാർത്ഥികളും ഡിഫറൻ്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ്സിൽ 16 ഉദ്യോഗാർത്ഥികളുമാണ് റാങ്ക് ലിസ്റ്റിൽ 68 മാർക്കായിരുന്നു വയനാട് ജില്ലയുടെ കട്ട് ഓഫ് മാർക്കായി വന്നിരുന്നത്. റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി തീരുന്നത് വരെയായിരിക്കും അഡ്വൈസ് പോകുന്നത്. വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അനുസരിച്ചാണ് അപ്പോയിൻമെൻറ്റ് നടക്കുക. ഇപ്പോഴത്തെ നിയമപ്രകാരം നമുക്ക് റീവാലുവേഷനുള്ള ഓപ്ഷൻ ഇല്ല. റീചെക്ക് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. നമുക്ക് PSCയുടെ പോർട്ടൽ മുഖേന 85 രൂപ പേയ്മെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആൻസർ ഷീറ്റ് റീചെക്ക് ചെയ്യാം. ദെൻ ഈ വരുന്ന 15 ദിവസത്തിനുള്ളിലാണ് ആപ്ലിക്കേഷനുള്ള പ്രോസസ്സ് കൊടുക്കേണ്ടത് റീചെക്ക് ചെയ്യാനുള്ള, അതായത് 15/8/2025 അതുപോലെ തന്നെ നമുക്ക് OMR ഷീറ്റിൻ്റെ ആൻസർ ഷീറ്റിൻ്റെ ഫോട്ടോ കോപ്പി പ്രിൻ്റ് ലഭിക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. 335 രൂപ പേയ്മെൻറ്റ് വഴി PSC പോർട്ടൽ മുഖേന ആപ്ലിക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ ഈ 15 ദിവസത്തിനുള്ളിലാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. നമുക്ക് ഒരു OMR ഷീറ്റിൻ്റെ ഫോട്ടോ കോപ്പി ലഭിക്കാൻ ഓപ്ഷനുണ്ട്. ഡിഫക്റ്റ് ആയിട്ടുള്ള OMR ഷീറ്റ് ലഭിക്കത്തില്ല. അതുപോലെ തന്നെ നമുക്ക് റീലിംഗ്വിഷ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനൊരു പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റിൽ ആപ്ലിക്കേഷൻ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് വയനാട് ക്ലർക്ക് പോസ്റ്റിലേക്കുള്ള ഉദ്യോഗാർത്ഥികളുടെ മെയിൻ ലിസ്റ്റിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾ. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.